ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണില്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണു, കുഴപ്പമൊന്നുമില്ല. രാവിലെ എണീച്ചിട്ട് ഞാൻ മുറ്റടിക്കൽ തുടങ്ങി. മുറ്റടിച്ച് കയറി കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത പണിയിലേക്ക് പോവുള്ളൂ. മുറ്റം കുറച്ച് വലിപ്പം കൂടുതലുണ്ട്, അതുകൊണ്ട് അതടിക്കാൻ കുറച്ച് സമയം പിടിക്കും. ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടിച്ചു വാരി കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പണിയിലേക്ക് കിടക്കുകയുള്ളൂ. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നനയ്ക്കട്ടെ പറഞ്ഞിട്ട് പിന്നെയും മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അടിച്ചതൊക്കെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വാരിയെടുത്ത് കളഞ്ഞിട്ട് ശേഷം എൻ്റെ ചെടികളൊക്കെ നനയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൈപ്പും വെള്ളമൊക്കെ എടുത്ത് നനയ്ക്കാൻ വന്നു. അങ്ങനെ അത്ര വലിയ ചെടികളൊന്നുമില്ല, കുറച്ച് 1-2 മാവ് കുത്തിയിട്ടുണ്ട്, പിന്നെ കവുങ്ങ്, പിന്നെ നല്ല പൂത്തോട്ടങ്ങളായിട്ട് കുറേ ചെടികളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കുക. വെയിലായില്ലേ, ഇപ്പോൾ വെയിലും ഉണ്ട് കാറ്റും ഉണ്ട്. അപ്പോൾ നനയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മുറ്റത്തുനിന്ന് ഉള്ളിലേക്ക് കയറാൻ സമയമായിട്ടില്ല, കാരണം ഇതൊക്കെ നനച്ച് വൃത്തിയാക്കിയിട്ടേ ഞാൻ ഉള്ളിലേക്ക് കയറിയാലേ എനിക്ക് കുറച്ച് സമാധാനം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ അതിന് നിൽക്കുന്നത്. പിന്നെ കവുങ്ങൊക്കെ ഫുള്ളായി നനച്ചിട്ടത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സൈഡിലും കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. ഞാൻ 10 മണിപ്പൂവ് അങ്ങനെയൊക്കെ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നനച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് റംബൂട്ടാൻ്റെ അതിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നനച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഉള്ളിലോട്ട് എന്തായാലും കയറി പോകത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നനയ്ക്കട്ടെ. ചെടികൾ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ചെടികളൊക്കെ നല്ല ഇഷ്ടമാണ്. ചെടികളും പൂക്കളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ എവിടെ നിന്ന് ചെടി കിട്ടിയാലും കൊണ്ടുവന്ന് വെച്ച് പിടിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ആ പരിപാടിയൊക്കെ എൻ്റെ ഉള്ളിൽ കയറി ചായക്ക് വെച്ചു, പാല് ഗ്യാസിൽ വെച്ചു. ഞാൻ പാലിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാരയും ചായപ്പൊടി ഇടും, ഞാൻ അങ്ങനത്തെയാണ്. അത് ഒരുമിച്ചിങ്ങോട്ട് തിളയ്ക്കുമല്ലോ, ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. മിൽമ പാലിൽ വയ്ക്കുള്ളൂ, അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. ചായ നല്ല തിളച്ച് പറഞ്ഞാൽ ചായ അടിപൊളിയായിരിക്കും. രാവിലെ എണീച്ചിട്ട് ഒരു ചായ, അത് എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ അല്ലേ. ഞാൻ നീച്ചതും ചായ കുടിക്കാറില്ല കേട്ടോ. നീച്ചത് ഞാൻ എൻ്റെ പല്ല് തേച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയത് മുറ്റടിക്കാൻ നിന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ മുറ്റം നിറയുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ മുറ്റത്ത് എനിക്കൊരു പ്ലാവുണ്ട്, ആ പ്ലാവിൻ്റെ ഇലകൾ വീണ് മുറ്റം ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് അടിച്ചാണ്ടായ ഒരു തൃപ്തിയും ഉണ്ടാവില്ല. നേരം വൈകിയാൽ പിന്നെ അടിക്കാനും തോന്നില്ല. അപ്പോൾ പിന്നെ വേഗം ആ പരിപാടിക്ക് നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായക്ക് ഉള്ളിൽ കയറി വരുള്ളൂ. ഇക്ക പിന്നെ നേരത്തെ പോവും. അപ്പോൾ ഇക്കാക്ക് ചായയൊക്കെ വെച്ച് കൊടുക്കും. ഇക്കാക്ക് ടാപ്പിങ്ങിന് വെൽഡിങ്ങിൻ്റെ വർക്ക് ഉണ്ട്. അപ്പോൾ ടാപ്പിംഗ് വർക്ക് പോകുമ്പോൾ ഇക്ക നേരത്തെ പോവും. അപ്പോൾ നേരത്തെ പോകുമ്പോൾ ഞാൻ ഇക്കാക്കൊക്കെ റെഡിയാക്കി കൊടുക്കും. ഞാൻ സുബഹിസ്കരിക്കാൻ എണീക്കുമ്പോൾ എല്ലാം റെഡിയാക്കി കൊടുക്കും. അതുകൊണ്ട് പിന്നെ എന്നിട്ട് ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടേ പുറത്ത് വരുള്ളൂ. അപ്പോൾ പുറത്ത് വന്നത് ഞാൻ അടിച്ച് വരാൻ നിൽക്കും. പിന്നെ ചായയൊക്കെ റെഡിയായിട്ട് ഞാനൊരു ഗ്ലാസ് ചായ കണ്ട് കുടിക്കാൻ പോവുക. അത് കുടി കഴിഞ്ഞിട്ടാണ് ഞാൻ നാഷ്ടൻ്റെ പരിപാടികൾക്ക് നിൽക്കുകയുള്ളൂ. ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോൾ ഇന്നലത്തെ കടലക്കറി ഉണ്ട്, ദോശ ഉണ്ടാക്കണം. പിന്നെ ചായ കുടി കഴിഞ്ഞതും വർക്കേരിയയിലേക്ക് പോയി അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചു. ചോറ് വെക്കണം പറഞ്ഞിട്ട് കത്തിച്ചു. ചോറ് വെക്കണമല്ലോ നമുക്ക്. അത് ഞാൻ അടുപ്പിലാണ് എപ്പോഴും വെക്കാറ്. ബാക്കി എല്ലാ സാധനങ്ങളും ഗ്യാസിൽ ഉണ്ടാക്കും. ചോറ് എനിക്ക് അടുപ്പിൽ വെച്ചാൽ അതിന് ഒരു തൃപ്തി കിട്ടുള്ളൂ. ഇക്കാക്കും അതേ പറ്റുള്ളൂ. അങ്ങനെ അത് വെച്ചു, വെള്ളമൊക്കെ വെച്ചു. അതങ്ങനെ കത്തിക്കോളും. അപ്പോൾ നമുക്ക് അപ്പുറത്ത് നമ്മുടെ പരിപാടികൾ നടക്കും. ഇതിങ്ങനെ കത്തിപ്പിടിച്ച് ഇങ്ങനെ കത്തുമ്പോൾ അതങ്ങനെ കത്തുമ്പോൾ ചൂടായിക്കോളും. അപ്പോഴേക്കും നമ്മുടെ അപ്പുറത്ത് നമുക്ക് അടുക്കളയിൽ പോയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അതങ്ങനെ കത്തിയിട്ട് പറഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് കത്തിപ്പിടിച്ചാൽ പിന്നെ നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ പരിപാടി നോക്കാമല്ലോ. ഞാനെപ്പോഴും അങ്ങനെ ഉള്ളത്. അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം വെക്കും. വെള്ളം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അപ്പുറത്ത് പോയി നാഷ്ടൻ്റെ പരിപാടികൾ നോക്കും. നാഷ്ട പരിപാടിയൊക്കെ പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പം നല്ല വെള്ളമൊക്കെ നല്ല തിളയ്ക്കും. അടുപ്പ് കത്തിയാൽ വേഗം കത്തും. അപ്പോൾ പിന്നെ കത്തി അങ്ങനെ കത്തിക്കോളും. അപ്പോൾ പിന്നെ അതിന് നിന്നു. പിന്നെ ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാസിൻ്റെ ഓടിക്കാൻ പിന്നെയും വന്നു. കടലക്കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം, ദോശ ഉണ്ടാക്കണം. കുട്ടി എണീച്ചിട്ടുണ്ട്, കുട്ടിക്ക് അംഗൻവാടിക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും അവൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. അങ്ങനെ അത് കടലക്കറിയൊക്കെ നന്നായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ, ഗ്യാസിൽ. സോറി കേട്ടോ, ഇടയ്ക്കൊക്കെ വിറക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി, ക്ഷമിക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സപ്പോർട്ടും ലൈക്കും ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഷെയറും സപ്പോർട്ടും എല്ലാം വേണം നിങ്ങളുടെ എല്ലാവരുടെയും. അങ്ങനെ കടലക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശൻ്റെ പരിപാടിക്ക് നിൽക്കാൻ ഗ്യാസ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. കൈയോടെ 1-2 ഒപ്പം കത്തിക്കും.
ഇക്ക പിന്നെ ഇപ്പോൾ റബ്ബർ വെട്ടാൻ പോയാൽ അതിന് പോയൊക്കെ അങ്ങനെ ഒരു 9:30 മണിയൊക്കെ ആവും. അപ്പോൾ ഇക്ക വരുമ്പോൾ ഇക്കാക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കും. ഇതിപ്പോൾ കുട്ടിക്ക് ഉണ്ടാക്കുകയാണ്. കുട്ടിക്ക് പിന്നെ ഉമ്മാക്കും ഉണ്ട്, ഇക്കാൻ്റെ ഉമ്മയുണ്ട്. ഉമ്മാക്കും കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഇക്ക വന്നിട്ടേ കഴിക്കുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കഴിക്കും. വർക്കിന് പോകണമെങ്കിൽ പിന്നെ ഞങ്ങൾ കുട്ടിയും ഉമ്മയും കൂടി അങ്ങനെ കഴിക്കും. അങ്ങനെ ആ കുട്ടിക്ക് ഇതാ ദോശ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ മറ്റേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ ഈ ദോശക്കല്ലിൽ എണ്ണ പുരട്ടുന്ന സാധനം, അതിലൂടെ ഒന്നും ഒരു തൃപ്തി വരുന്നില്ല. നമുക്ക് ഈ നാച്ചുറലായിട്ട് കണ്ട ഈ വാഴൻ്റെ ഒരു തണ്ടങ്ങണ്ട് മുറിച്ച് അതിലങ്ങോട്ട് ദോശ അങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മക്കളെ. അങ്ങനെ ദോശ അതിൻ്റെ ബാക്കിൽ നിറയെ വാഴകളുണ്ട് കേട്ടോ, വീട്ടിൻ്റെ ബാക്കിൽ. പിന്നെ എത്ര വേണമെങ്കിൽ വെട്ടിക്കൊണ്ടുവരാമല്ലോ. അങ്ങനെ എപ്പോഴും വാഴൻ്റെ തണ്ട് മുറിച്ചിട്ട് തന്നെയാണ് ദോശ ഉണ്ടാക്കാറ്. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ദോശയ്ക്ക് തന്നെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ. അത് വരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ അതിൽ ഉണ്ടാവും. അങ്ങനെ അവൾക്കത് ആ ദോശ ഞാൻ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ നല്ല മൊരിഞ്ഞ വേണമെന്നൊന്നുമില്ല, എന്നാലും ഞാനൊരു ഏകദേശത്തിലാക്കി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. കുറച്ച് അതിന് മേലെ ഒന്നും കൂടി എണ്ണ പാറ്റി ചിലപ്പോൾ നെയ്യിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോഴേ നെയ്യിലുണ്ടാക്കി കൊടുക്കുകയുള്ളൂ. ഇന്നിപ്പോൾ നെയ്യ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തായാലും നമുക്ക് എണ്ണയിൽ തന്നെ നോക്കാമല്ലോ. ഞാൻ പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് പിന്നെ അത്ര വലിയ പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നു. അറിയില്ല കേട്ടോ. ഇനി എന്താ നിങ്ങളൊക്കെ എന്താ ഉപയോഗിക്കുക? എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്താണെന്നൊക്കെ പറയും, എനിക്കറിയില്ലല്ലോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പുതിയതായിട്ടാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അങ്ങനെ ദോശയൊക്കെ മറിച്ചിട്ടതാ. ഇനി കുട്ടിക്ക് അത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ അംഗൻവാടിയിലേക്ക് പറഞ്ഞയക്കണം. അംഗൻവാടിക്ക് പോക്കുണ്ട് അവൾ. ഇനിയിപ്പോൾ ഇപ്രാവശ്യം അവൾ സ്കൂളിൽ ചേർത്താനായി. അപ്പോൾ അങ്ങനെ ദോശ മറിച്ചിട്ട് എടുക്കട്ടെ. ഞാൻ മറിച്ചിട്ട് എടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കണം. അത് ഈ പാനിൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, വേഗം കിട്ടും. പക്ഷേ ചിലപ്പോഴൊക്കെ പൊട്ടും കേട്ടോ. ദോശ കറക്റ്റായി കിട്ടുമൊന്നുമില്ല. കല്ല് കുഴപ്പമൊന്നുമില്ല, നല്ല മയമുണ്ട്, കറക്റ്റായി കിട്ടും. ഈ മറിച്ചിടുന്ന ആ ചട്ടകം ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുക്കുമ്പോഴാണ് ചിലപ്പോൾ ഒരു ഇത് വരിക. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതിൽ കടലക്കറി ഒഴിച്ച് അവൾ അങ്ങനെ കൊടുത്താൽ ടി വി കണ്ടിട്ട് അങ്ങനെ അവളത് പീസാക്കി കഴിച്ചോളൂ. ഞാൻ പിന്നെ വാരി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊണ്ട് വാശി പിടിക്കേക്കണെങ്കിൽ മാത്രമേ അവൾക്ക് വാരി കൊടുക്കാൻ നിൽക്കുള്ളൂ. അവൾക്ക് വാരി കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ അത്രയും സമയം പോകുകയല്ലേ വേണ്ടിട്ട് ഞാൻ എൻ്റെ പണി നോക്കും. അവൾ അങ്ങനെ ടി വി ഇട്ട് കൊടുത്താൽ അങ്ങനെ കണ്ട് കഴിച്ചോളും. അപ്പോഴേക്ക് ഇതാ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, അരി ഇട്ടു. ഇനിയിപ്പോൾ അത് ഞാൻ എൻ്റെ വേറെ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കൊക്കെ ചോറ് റെഡിയാവും. അപ്പോൾ അങ്ങനെ അരിയിട്ട് ഞാൻ അവളെ പിന്നെ അംഗൻവാടി കൊണ്ടാക്കാൻ വേണ്ടി അവളെ റെഡിയാക്കി. അതുണ്ടോ, അവൾ റെഡിയാക്കി ഞാൻ മാറുമ്പോഴേക്കും അവൾ ഇങ്ങനെ ഓരോ ഇത് കാണിക്കുകയാണ്, വട്ടം ചുറ്റലും നല്ല അവളുടേതായ ഓരോ കാണിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കട്ടെ, പക്ഷെ അവളത് കണ്ടിട്ടില്ല. അവളെന്നെ ഉമ്മ കൈപ്പിടിക്കുക എന്നൊക്കെ പറയട്ടെ, ഓരോന്ന് ഇങ്ങനെ പറയുക. അങ്ങനെ പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അംഗൻവാടിയിൽ എന്തൊക്കെയോ ഒപ്പനയൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. അതിനെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ദിവസവും. അങ്ങനെ മക്കളല്ലേ നമ്മൾ, അവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ അല്ലേ. അങ്ങനെ അവൾക്കത് ഒപ്പനൻ്റെ എന്തൊക്കെയോ കാണിച്ചു. അങ്ങനെ കുറേയൊക്കെ എന്തൊക്കെയോ കാണിച്ചു. ഞാൻ കുറേ ചിരിക്കുകയൊക്കെ ചെയ്യണം അവിടെ നിന്നിട്ട്. കുറേ ചുമരിൽ പോയി തൊടുക, ഓടുക, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഓടി വന്ന് എന്നെ പിടിക്കുക, അങ്ങനെ കുറേ എന്തൊക്കെയോ വട്ടം ചുറ്റുമൊക്കെ ചെയ്തു. ഇതൊക്കെ ഒപ്പനയിലുള്ളതാണ് ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഓടിപ്പോയി പുതുനാരിന് പിടിക്കണമ്മ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അംഗൻവാടി പോയി വന്ന ഉടനെ ഞാൻ പിന്നെ വേഗം ഉള്ളൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാൻ വേണ്ടി നിന്നു. കംപ്ലീറ്റ് അടിച്ച് വാരി തുടച്ച് വീട് മൊത്തം നീറ്റാക്കി എടുത്താലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. ഞാൻ ഡെയിലി തുടയ്ക്കാറുണ്ട് കേട്ടോ. വെള്ള ടൈലായതുകൊണ്ട് ഞാൻ ഡെയിലി തുടയ്ക്കും, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഡെയിലി അടിച്ച് വാരി തുടച്ചാൽ വീടിക്ക് ഒരു വൃത്തി ഉണ്ടാവുമല്ലോ. ചെറിയ കുട്ടിയുള്ളതല്ലേ, അവളിങ്ങനെ ഒക്കെ വലിച്ചിട്ടും പിടിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. നല്ല കുപ്പിയാക്കാൻ ആളില്ല കേട്ടോ, അവളെന്നെ ഉള്ളൂ. ഞാനും ഇക്കയും കുട്ടി തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ നല്ല ചളിയൊന്നും ആവില്ല, എന്നാലും ഞാൻ ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ വേഗം തുടയ്ക്കാൻ നിന്നു. അടിച്ച് വാരി കൊണ്ടുപോയതാ. അടിച്ച് വാരൽ കഴിയണേ ഉള്ളൂ. അടിച്ച് വാരിയിട്ട് വേഗം തുടയ്ക്കണം. തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടിയുള്ളൂ. വേഗം അടിച്ച് വാരി എടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ വേഗം തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. തുടച്ച് കഴിഞ്ഞാൽ തന്നെയാണ് ആകെ സമാധാനം കിട്ടത്തുള്ളൂ. അപ്പോൾ
വേഗം അടിച്ച് വാരി എടുത്തിട്ടാണ് അപ്പോഴേക്കൊക്കെ എൻ്റെ ചോറ് അവിടെ വേഗനുണ്ടാവും കേട്ടോ. ചോറ് പിന്നെ ഞാൻ നോക്കുന്നില്ല, അത് ഒരു ഇട്ട് കൊടുത്താൽ പിന്നെ അത് അങ്ങനെ ചോറ് വെന്തോളും. പിന്നെ ചോറിലേക്ക് നല്ല മല്ലിക്കെട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്ക്. ചോറിന് പണി വയ്ക്കാൻ വേറെ എന്ത് പണി വേഗം ചെയ്യാമല്ലോ. അങ്ങനെ ഒക്കെ അത് അടിച്ച് വാരി എടുക്കുകയാണ്. അങ്ങനെ അടിച്ച് വാരി അപ്പോഴേക്കും തൻ്റെ ചോറൊക്കെ വെന്തു. ഞാൻ പറഞ്ഞില്ലേ ഒരുവിധം ആകുമ്പോഴേക്കും ചോറ് വെന്തു. 2-3 വട്ടം ഇളക്കി നോക്കണുണ്ട് ചോറ് നല്ല വെന്തോ അടിപ്പിടിച്ചിക്കണോ. ഞാൻ അടുപ്പത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് പോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. നമ്മുടെ എല്ലാ പണി കഴിയുന്നവരെയും അടുപ്പിൽ വെക്കാനൊന്നും പാടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയില്ലെങ്കിൽ ചോറ് അങ്ങനെ കഞ്ഞിയായിട്ട് കുടിക്കേണ്ടേ വരും. അങ്ങനെ ചോറ് വെന്ത് ചോറൊക്കെ ഊറ്റി പിന്നെ അപ്പോഴേക്കും ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇക്ക പോയി വന്നപ്പോൾ ഇക്കാക്ക് ജ്യൂസ് കൊടുത്തപ്പോൾ ഞാനും അതൊക്കെ കുടിച്ചു. അത് കുടിക്കൽ കഴിഞ്ഞതും വേഗം ചടപടാ തുടയ്ക്കലായി. വീട് മൊത്തം തുടച്ചെടുത്ത് വൃത്തിയാക്കി വീട് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ, പോയി തിരുമ്പണം, കുളിക്കണം, നിസ്കാരം, അതൊക്കെ. അതിൻ്റെ ഇടയിൽ കറി വെക്കണം. കറി ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും വെക്കണില്ല, ഒരു മുരിങ്ങ താളിപ്പ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. പപ്പടവും മുട്ടയും വറക്കണം. കാരണം കടലക്കറി ഉണ്ട്, പിന്നെ ഇപ്പോൾ ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ മുരിങ്ങ താളിപ്പൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അത് നമുക്കൊരു ഇഷ്ട വിഭവം പോലെയാണ്. കൂടുതൽ ഞങ്ങളത് ഉണ്ടാക്കാറുണ്ട് ഇവിടെ. കാരണം മിക്കാർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതിലൂടെ അങ്ങനെ കഴിച്ചിട്ട് ഇരിക്കും. പിന്നെ അതിന് വേറെ കൂട്ടാൻ വേണം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് കിട്ടിയാലും കൂട്ടും അങ്ങനെയല്ല. നമുക്കിഷ്ടപ്പെട്ട വിഭവം നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയല്ലേ, പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ തുടച്ചെടുത്ത് കഴിയാനായി, തുടയ്ക്കൽ കഴിയാനായിതാ. അങ്ങനത്തെ ഹോളിലേക്ക് വന്നിക്കുക. ഹോളിൽ തുടച്ച് പിന്നെ അങ്ങനെ പോയി അടുക്കളയിൽ കൂടെ പോയി വർക്ക് ഏരിയ കഴിഞ്ഞിട്ട് അങ്ങനെ സിറ്റൗട്ടിലേക്ക് പോകും. അങ്ങനെ സിറ്റൗട്ടും തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഞാൻ തിരുമ്മാൻ പോവുക ചെയ്യുക. അപ്പോൾ തിരുമ്പി കഴിഞ്ഞ് വരുമ്പോഴേക്കും തുടച്ചതൊക്കെ വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തുടച്ചതും അതിൽ കൂടെ നടന്നാൽ പിന്നെ അവിടെയൊക്കെ ചളിയാവും. പിന്നെ തുടച്ചതിൽ വല്ല അർത്ഥവും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, തുടയ്ക്കൽ മൊത്തം കഴിഞ്ഞിട്ടാണ് നേരെ തിരുമ്മാൻ പോവുള്ളൂ. തിരുമ്മാൻ എനിക്ക് മെഷീനൊന്നുമില്ല, മെഷീൻ മേടിക്കണം. അപ്പോൾ ഞങ്ങൾ വീട് ഇരുന്നിട്ട് ഇപ്പോൾ 1 വർഷം 1.5 വർഷമൊക്കെ തന്നെ ആയിട്ടുള്ളൂ. മേടിക്കണം, പതിയെ മേടിക്കാം ഇൻഷാ അള്ളാഹ്. അപ്പോൾ പിന്നെ ബാക്കിൽ പോയി അവിടെ പോയി തിരുമ്പും. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുത്ത പണിക്ക് നോക്കുകയുള്ളൂ. അങ്ങനെ പോയി പിന്നെ തുടക്കൽ കഴിഞ്ഞു. പിന്നെ തിരുമണം എടുത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നതാ ഉച്ചക്കത്തെ കറിക്ക് വേണ്ടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ മുരിങ്ങ താളിപ്പ്, ആ താളിപ്പിന് വേണ്ടി നിൽക്കുകയാണ്. ചട്ടി വെച്ചിട്ടുണ്ട്, ഇതാ എണ്ണയൊക്കെ ഒഴിച്ചു. എണ്ണ ഒഴിച്ചിട്ട് സിമ്പിൾ പരിപാടി തന്നെ ഉള്ളൂ, വലിയ പരിപാടിയൊന്നും ഇല്ല ഇതിലേക്ക്. വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചതച്ചെടുക്കും. വെല്ലുള്ളി വാട്ടിയെടുക്കും. അത് വാട്ടി പറഞ്ഞാൽ അതിലേക്ക് ഈ പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചില്ല അതിടും, അതൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ഇതാണ്ട് വെല്ലുള്ളി ഇട്ട ശേഷം നമ്മുടെ വീട്ടിൽ ഞാൻ ബാക്കിൽ തിരുമ്മാൻ പോയപ്പോൾ കുറച്ച് അരിമുളക് കണ്ടു. അപ്പോൾ അത് കുറച്ച് വലിച്ചു കൊണ്ടുവന്ന് അതും അതിലിട്ടു കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ കുരുമുളക് ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അരിമുളക് കണ്ടപ്പോൾ ഇത് വലിച്ചു. ഞാൻ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വലിച്ചതാണ്. പക്ഷേ ചമ്മന്തി വേണ്ട, അച്ചാറുണ്ട്, നല്ല മാങ്ങച്ചാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ അച്ചാറുണ്ടല്ലോ പറഞ്ഞിട്ട് പിന്നെ ചമ്മന്തി വേണ്ട വെച്ചു. അപ്പോൾ പിന്നെ ആ അരിമുളക് ഞാൻ ഇത് എടുത്തിലിട്ടു. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ആ അരിമുളക് കഴിക്കാൻ നല്ലതാണ്. അരിമുളക് നല്ലത് തന്നെയല്ലേ, നല്ലതാണെന്നൊക്കെ ആൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ അരിമുളകൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. അവിടെ നിന്ന് മാറി നിൽക്കണം കേട്ടോ. ഈ മുളകൊക്കെ ഇട്ട് അത് കണ്ടോ കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് എണ്ണയിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഇട്ടത് ആ പേസ്റ്റ് ഞാൻ ഇടുന്നു. ചിലവർ ചെറിയ ജീരകമൊക്കെ ഇട്ട് അരയ്ക്കില്ലേ, അങ്ങനെയും കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിവിടെ കുരുമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഞാൻ അരയ്ക്കുക. അത് അരച്ചിട്ട് അതിലേക്ക് ഇടും. ഇട്ടിട്ട് നന്നായിട്ട് അത് ഇളക്കിയെടുക്കും. ഇളക്കിയെടുക്കുമ്പോൾ തന്നെ അത് നല്ല എണ്ണയിലിട്ട് നല്ല വഴറ്റുമ്പോൾ അത് വൃത്തിയായി കിട്ടും. നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ടേസ്റ്റോടെ കിട്ടും. അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ലല്ലോ, നന്നായി കഴിക്കുകയും ചെയ്യാമല്ലോ. എണ്ണയിൽ കടന്നത് നല്ല വഴറ്റി വരണം. ഞങ്ങൾക്ക് ആ ഭാഷ പറയുമ്പോൾ അറിയണ്ടായില്ല. എണ്ണയിൽ നല്ല
വഴണ്ടി വരണം, അതിലെന്തോ പറയില്ല, എനിക്കത് അറിയണില്ല. ഞങ്ങൾ പിന്നെ വഴറ്റുക എന്നാണ് പറയുക, ഇങ്ങനെ എണ്ണയിൽ വാട്ടിയെടുക്കില്ല അതന്നെ. അപ്പം പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ അത് എന്താണ് നല്ല എണ്ണ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക തന്നെ, പച്ചവെള്ളം ഒഴിക്കും ഞാൻ. നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം നല്ല തിളയ്ക്കുമ്പോൾ അതിലോട്ട് മുരിങ്ങയില ഇടും. മുരിങ്ങയില ഇട്ട് പറഞ്ഞാൽ മുരിങ്ങയില നല്ല തിളയ്ക്കാൻ നിൽക്കരുത് കേട്ടോ, കഴിക്കും നല്ല തിളച്ചാൽ, നല്ല വെന്ത അതൊരു തിള വരുന്നാൽ മതി, അത് ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. അപ്പം പിന്നെ അത് കഴിക്കുന്ന പ്രശ്നം വരില്ലല്ലോ. നമ്മളങ്ങനെ വെച്ചും കൊണ്ട് പോയി പറഞ്ഞാൽ അതിലത്തെ വെള്ളം പറ്റുമ്പോൾ അത് മുരിങ്ങ നല്ല വെന്തിട്ട് കഴിക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്യരുത്, ഇത് കുറച്ച് വെള്ളം പോലെ ആ വെള്ളത്തിലൂടെ ചോറ് വയ്ക്കണം, അതാ ടേസ്റ്റ്. ആ കാണുന്ന വെള്ളം കണ്ടു, ആ വെള്ളം ഒഴിച്ച് മുരിങ്ങ ഇല്ലെങ്കിൽ ആ വെള്ളത്തിലൊരു ടേസ്റ്റ് ഉണ്ട്, അതൊഴിച്ച് കഴിക്കണം, അപ്പോൾ നന്നായിട്ടുണ്ടാവും. അങ്ങനെ മുരിങ്ങക്കറി ആയി. മുരിങ്ങക്കറി ഇതന്നെ ഇത്രേനെ പണിയുള്ളൂ, വേറെ ഒരു പണിയില്ല. തിളയ്ക്കാനുണ്ട്, ആ തിള വരുന്നുണ്ടോ, ആ ഒരു തിള തന്നെ. അപ്പോൾ ആ തിള വരുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം. ഇളക്കി പറഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അത് അടുപ്പൊന്നും പ്രശ്നമില്ല. നമ്മൾ ഇളക്കാണ്ടിരിക്കുമ്പോൾ അത് മൂടി വെച്ച് പോയാൽ ചിലർ ആവിയിലൊക്കെ വേവിക്കാൻ വരും. അത് മുരിങ്ങ ഉപ്പേരി എന്തോ വെക്കണമെന്ന് അല്ലേ, മുരിങ്ങ വറക്കുക എന്തോ പറയില്ലേ, അതിനാണ് അങ്ങനെ ചെയ്യൽ. പിന്നെ പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അടുത്തത്. അതിലേക്ക് ഇനി കുറച്ച് പപ്പടം പൊരിക്കുക, ഒരു മുട്ട പൊരിക്കുക, എന്നൊക്കെ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് പപ്പടം പൊരിച്ച് പപ്പടം വറുത്തെടുക്കുക. പപ്പടം ചെറിയ പപ്പടം കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പപ്പടം കാണുന്നത്. ചെറിയ പപ്പടം, നല്ല ചെറിയ പപ്പടമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ കടയിൽ അതേ ഉള്ളൂ വണ്ടിക്ക് അതാണ് വാങ്ങിക്കൊണ്ടുവന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും കഴിച്ചു, അതിലിട്ടു. ഇനി ഒരു മുട്ട പൊരിക്കണം. ഞാൻ മുട്ട കൂട്ടാറില്ല അങ്ങനെ, കാരണം പിമ്പിൾസിൻ്റെ പ്രശ്നമൊക്കെ വരുന്നതുകൊണ്ട് മുട്ട കഴിക്കില്ല. ഇക്കാക്ക് മുട്ട വറക്കും, അത്രയാണ്. എനിക്ക് പപ്പടം നല്ല ഇഷ്ടമാണ്, ഞാൻ പപ്പടം നല്ല കഴിക്കും. മുട്ട കഴിക്കുന്നത് കമ്മിയാണ്, എപ്പോഴെങ്കിലും തോന്നിയാൽ മാത്രം ഒരു പീസ് കഴിക്കുക എന്ന് അത്രയേ ഉള്ളൂ. അതും തോന്നിയാൽ മാത്രമേ കഴിക്കുള്ളൂ, ഇല്ലെങ്കിലൊന്നും കഴിക്കില്ല. അങ്ങനെ ഇതാ പിന്നെ ഒരു പാൻ വെച്ചു, പാനിൽ ഇനി ഇതാ മുട്ട വറുക്കുകയാണ്. മുട്ട വറുത്ത് കഴിഞ്ഞ് പിന്നെ ചോറ് വയ്ക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, വാങ്ങി കൊടുത്തിട്ടുണ്ട്, സമയമൊക്കെ ആയിട്ടുണ്ട്. സമയം ഇപ്പം 1:30 മണിയൊക്കെ ആകാനായിട്ടുണ്ട്, 2 മണിയുടെ അടുത്തൊക്കെ ആകാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ മുട്ട വറുത്തു. ഉച്ചയാകുമ്പോഴേക്കും വരും, കഴിക്കാനൊക്കെ ആകുമ്പോഴേക്കും എത്തുമല്ലോ. റബ്ബർ വെട്ടൽ കഴിഞ്ഞൊക്കെ എന്തായാലും കഴിക്കാനാകുമ്പോഴേക്കും എത്തും. അപ്പോൾ പിന്നെ നമ്മളിതാ അതും വറുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒപ്പം ഇരുന്ന് കഴിക്കും. പിന്നെ ഇപ്പം എന്താ ഇൻഷാ അല്ലാഹ്, പിന്നെ ഒരു ഉച്ചയ്ക്കൊരു മയക്കം, അതിപ്പോൾ എല്ലാവർക്കും പതിവുള്ളതാണല്ലോ. അങ്ങനെ മുട്ട വറുത്ത് ചോറ് വയ്ക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും അടിക്കാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും.